ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഏതായാലും ഇത്തരത്തിലുള്ള ഹിന്ദു മഹാസഭ അത് ഒറിജിനലാണെങ്കിലും അത് വ്യാജമാണെങ്കിലും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി, PDP ഇവർക്കൊക്കെ സമൂഹത്തിൽ ആവശ്യത്തിൽ അധികമുള്ള പ്രാധാന്യം, രാഷ്ട്രീയത്തിൽ ഉള്ളതിനേക്കാൾ വലിയ സ്വാധീനം ഉണ്ടെന്ന് വരുത്താൻ അവർക്കൊക്കെ അങ്ങനെ കാണിക്കാനുള്ള ഒരു അവസരമാണ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഹിന്ദു മഹാസഭ അതിൽ ഇങ്ങനെ ഒരു സ്വാമി വന്ന് ഇത് വാർത്താസമ്മേളനം നടത്തുന്നു, അത് വാർത്തയാകുന്നു, അതിനെ തുടർന്ന് വിവാദമുണ്ടാകുന്നു. ഇവരൊക്കെ എവിടെയായിരുന്നു? ഇവരൊക്കെ രാഷ്ട്രീയത്തിലാണെങ്കിലും ഈ വിഭാഗം, അല്ലെങ്കിൽ ഇതിപ്പോൾ യഥാർത്ഥത്തിലുള്ള ആളുകൾ പറയുന്നു എന്ന് അവകാശപ്പെടുന്നവർ പറയുന്നു അവർ യഥാർത്ഥത്തിലുള്ള ആൾക്കാരല്ല എന്ന് പറയുന്നു. ഇങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ ഇത്രയും വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാകുന്ന രീതിയിൽ ഇവർക്കൊക്കെ ഇടപെടാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാക്കുന്നത് ഗൗരവപരമായ ചർച്ചയാണ്. ഒപ്പം ഇന്നിപ്പോൾ ഹിമവൽ ഭദ്രാനന്ദയുടെ തോക്കുസ്വാമിയുടെ വാർത്താ സമ്മേളനത്തിൽ ഒരു വാചകം കൂടിയുണ്ട്. സ്വരാജ് അയ്യപ്പ വിശ്വാസികളെയും ഹിന്ദു വിശ്വാസികളെ അപമാനിച്ച ആളാണ്. സനാതനികൾക്ക് ഒരിക്കലും സ്വരാജ് സ്വീകാര്യനല്ല. അതേസമയം ഷൗക്കത്തിൻ്റെ പിതാവ് ആര്യാടൻ മുഹമ്മദ് വളരെ ശക്തമായി എക്സ്ട്രീമിസത്തിനെതിരെയുള്ള നിലപാടെടുത്ത ആളാണ്. ഞങ്ങൾ പക്ഷേ മനസാക്ഷി വോട്ട് ചെയ്യാനാണ് 30,000-ഓളം വരുന്ന അണികളോട് ആവശ്യപ്പെടുന്നതെന്നാണ് ഹിമവൽ ഭദ്രാനന്ദൻ പറയുന്നത്. ഇത്തരം ആളുകൾക്കൊക്കെ സ്പേസ് കൊടുക്കാനുള്ള സാഹചര്യം 28,000 വോട്ട് ഞങ്ങൾക്കുണ്ട് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. 28,000 വോട്ടുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. അതൊക്കെ എത്ര എക്സാജറേറ്റഡ് ആയിട്ടുള്ള കണക്കാണെന്നുള്ളതൊക്കെ വ്യക്തമാണ്. ഇതുകൊണ്ട് സ്വാധീനിക്കാൻ കഴിയുന്ന ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് സ്വാധീനിക്കാൻ കഴിയുന്ന വോട്ട് പോലും അവിടെ കുറവാണെന്നിരിക്കെ എന്തിനാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളെ മുൻനിർത്തിക്കൊണ്ട് ഇത്തരം അബദ്ധം നിറഞ്ഞ മൂവ്മെന്റ് എന്നറിയില്ല. അപ്പോൾ അന്നേരം ഉള്ള ലാഭം അപ്പോൾ കിട്ടേണ്ട രാഷ്ട്രീയ നേട്ടത്തിന് പുറകെയാണ് മുന്നണികൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തുണ്ടാകും, അല്ലെങ്കിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്ന് മനസ്സിലാക്കാതെ ഇരു മുന്നണികളും ഇപ്പോൾ PDPയുടെ കാര്യത്തിൽ അന്ന് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് LDFന് കൈ പൊള്ളിയതാണ്. അവിടെ പൊന്നാനിയിൽ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അവിടെ പോയി പിണറായി വിജയനും അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനും അബ്ദുൽ നാസർ മദനിയും കൂടി ഇരുന്നത് എന്ത് തരത്തിൽ വോട്ട് LDFന് എതിരാക്കി എന്നുള്ളത്. അത് ഒറ്റ ഒരു മണ്ഡലത്തിന്റെ കാര്യമാണെങ്കിലും അതിനുശേഷം പാർട്ടി സെക്രട്ടറി ഇവരെല്ലാവരും ഒരേ വാക്കാണ്, ഒരേ ക്യാപ്സൂളാണ് മുന്നോട്ട് വെക്കുന്നത്. പീഡിപ്പിക്കപ്പെട്ട പാർട്ടിയാണ് എന്ന്. അത് ആവർത്തിച്ച് പറയാൻ കഴിയില്ല. ആ തെരഞ്ഞെടുപ്പ്, അതായത് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സെൻട്രൽ തീമായി ഈ ഒറ്റ കാര്യം മാറി. ആ ഇലക്ഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയ മലയാള മനോരമ ദിനപത്രത്തിന്റെ വെണ്ടയ്ക്ക ഹെഡിങ് 2 അത്താണിയും പോയി എന്നുള്ളതായിരുന്നു. ഹുസൈൻ രണ്ടത്താണിയുടെ സ്ഥാനാർത്ഥിത്വമായിരുന്നു 2009 ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടത്താണി എന്നുദ്ദേശിച്ചത് കേരളവും ബംഗാളും രണ്ടിടത്തും അന്ന് CPM തകർന്നു എന്നതിനെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ ആ നിലയിൽ അന്നത്തെ ഇലക്ഷന്റെ പ്രധാനപ്പെട്ട പ്രചരണ വിഷയം പോലുമായി ആ സിംഗിൾ വിഷയത്തിലേക്ക് ഒതുക്കുന്നതിലേക്ക് അന്നത്തെ രാഷ്ട്രീയ ചർച്ചകൾ വിജയിച്ചു. ഇന്ന് വീണ്ടും ഇത്തരം സാമുദായിക ചർച്ചകൾ ഒന്ന് കൈപൊള്ളിയിട്ടു PDPയുടെ കാര്യത്തിലായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിലായാലും വരികയാണ്. ഹിന്ദു മഹാസഭയെ നമ്മൾ കൂട്ടുണ്ടായി പറഞ്ഞത് പോലെ അവർ തന്നെ തീരുമാനിച്ചിട്ടില്ലാത്തത് കൊണ്ട്. അപ്പോൾ എന്തായാലും ഇത്തരം സാമുദായിക വിഷയങ്ങൾ വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവാൻ പോവുകയാണ്. ആത്യന്തികമായ ഗുണഭോക്താവ് ആര് എന്നുള്ളത് എനിക്ക് തോന്നുന്നു 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പറയാൻ പറ്റുമോ. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യത്തെ പിന്തുണ PV അൻവറിനായിരുന്നു. പിന്നീട് ഇപ്പോൾ അവർ UDFന് തുറന്ന പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അവിടെ ജമാഅത്തെ ഇസ്ലാമിക്ക് നേരത്തെ അഭിലാഷ് പറയുന്നുണ്ടായിരുന്നു, മുസ്ലിം മത ഒരു സാമാന്യത്തിന്റെ വലിയ വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ലീഗ് അത് അംഗീകരിക്കില്ല, സമസ്ത അത് അംഗീകരിക്കില്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് അത്രമേൽ സ്വാധീനമുണ്ട് എന്നുള്ള കാര്യം സംഘടനാപരമായി അംഗീകരിക്കില്ല എന്നുള്ളതേ ഉള്ളൂ. പൊളിറ്റിക്കൽ നറേറ്റീവ് ആശയപരമായി തീരുമാനിക്കാൻ കഴിയും. അല്ല, ആശയപരമായി എല്ലാം രണ്ട് പാത്രങ്ങളിലുള്ളവരാണ്, അല്ലെങ്കിൽ 2 വ്യത്യസ്ത നിലപാടുകളിലുള്ളവരാണ്. ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ വലിയ തോതിലുള്ള ആശയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമസ്തയും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ഇപ്പോഴും ഉണ്ട്. ഇവരെ പുത്തൻവാദികളായിട്ടാണ് കാണുന്നത്, പരിഷ്കരണവാദികളായിട്ടാണ്, സാമ്പ്രദായിക രീതികളാണ് സമസ്ത പിന്തുടരുന്നത്. ആ ആശയപരമായ തർക്കവിതർക്കങ്ങളും ഒക്കെ വളരെ കലുഷിതമായി തന്നെ തുടരും. അതിലൊന്നും ഒരു മാറ്റവും വരില്ല. ഇതിപ്പോൾ വോട്ടിന്റെ വിഷയമല്ലേ, പൊളിറ്റിക്കൽ വിഷയത്തിൽ നമ്മുടെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം ജനസാമാന്യത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ തീരുമാനിക്കുന്നതിലെ ഒരു സ്വാധീന ഘടകമാണ് ജമാഅത്തെ ഇസ്ലാമി കൂടിയാണെന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ടി വരും.